യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് അഞ്ജു എന്നാണ്. ഞാൻ അത്തിക്കത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്നൊരവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം ഒത്തിരി നുറങ്ങിയാണ് ഞാൻ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പഠിച്ചെഴുതിയിട്ടും എനിക്ക് OITയുടെ ഒരു മൊഡ്യൂളിന് വേണ്ടി മാത്രം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരു ആൻറ്റി എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നതും അദ്ദേഹം ആൻറ്റി ഇവിടുത്തെ പ്രാർത്ഥനയെ പറ്റിയും ബിനു പാസ്റ്റർ ഇതിനെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. ഒരുപാട് കരഞ്ഞു എന്ന് വെച്ചാൽ ഒത്തിരി കരഞ്ഞു. എന്നെ ആദ്യം പാസ്റ്റർ കണ്ടപ്പോൾ ചോദിച്ചത് പോലും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അല്ലേ എന്നാണ്. പിന്നെ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവിടെ വന്ന് ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആ പാസ്റ്ററിനോട് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ധൈര്യത്തോട് പോയി എക്സാം എഴുതിക്കോ, ദൈവം കരുതിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശരിക്കും ഞാൻ എക്സാം എഴുതേണ്ട റിസൾട്ട് അടുത്ത മാസമായിരുന്നു വരാനിരുന്നത്. അവിടെയും ദൈവം എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ റിസൾട്ട് ശരിക്കും ജനുവരി വരേണ്ട റിസൾട്ട് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ച് ഡിസംബറിലേക്ക് എൻ്റെ റിസൾട്ട് വരുമാറാക്കി. പ്രാർത്ഥിച്ച എല്ലാവരോടും പാസ്സായി. എത്ര പ്രാവശ്യം എക്സാം എഴുതി? 7 പ്രാവശ്യം. എത്ര? 7 പ്രാവശ്യം. കുഴപ്പമില്ല, 7 പ്രാവശ്യം. എന്നിട്ട് പിന്മാറിയില്ല. 7 പ്രാവശ്യം ആൾ എക്സാം എഴുതി. നിങ്ങൾ ഓർക്കുന്നുണ്ട്, എനിക്ക് ഇന്നെന്ന പോലെ ഓർമ്മയുണ്ട്. ഒരു ചൊവ്വാഴ്ച ദിവസം ആ സൈഡിൽ നിന്ന് ഞാൻ ഒരു സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഏറ്റവും കരച്ചിലാണ്, എഴുതി തോറ്റുപോയവളാ, നീ എഴുതി ജയിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ദൈവം ഏത് റിസൾട്ടും തിരുത്തി കുറിക്കും, ഏത് അവസ്ഥയും ദൈവം മാറ്റും. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നൊരു ദൈവമുണ്ട്, വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവമുണ്ട്, കരുതലോടെ കൂടെ നിൽക്കുന്ന ദൈവമുണ്ട്, വിശ്വസ്തനായ ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഒന്ന് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഈ ആൾ എക്സാം എഴുതിയപ്പോഴും കുറച്ച് പ്രയാസമായിരുന്നു. ആ സമയത്ത് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ കർത്താവിന് ഒരു വാക്കേ ഉള്ളൂ. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ദൈവം അനുഗ്രഹിക്കും. ഐ ബ്ലസ് യു.